ഫ്രണ്ട്സ്, നമ്മൾ ഹെവി ആയിട്ടുള്ള 2 ചാനൽ പവർ ആംപ്ലിഫയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള കുറച്ച് PCBകൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് PCB ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം. PCB മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഈ ഒരു സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ടെക് ഡെലിവേഴ്സ് എന്ന് പറയുന്ന ഓൺലൈൻ സൈറ്റിൽ നിന്നാണ്. ഇതേ സാധനം തന്നെ, അതായത് ഇവർ തന്നെ സെല് ചെയ്യുന്ന സാധനം നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ടെക് ഡെലിവേഴ്സിൽ നിന്ന് നേരിട്ട് വാങ്ങിയിട്ടുള്ളത്. സൈറ്റിൻ്റെ ലിങ്കും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ കയറി നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോയിൽ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ എവിടെ നിന്ന് വാങ്ങി എത്ര രൂപ എന്നുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നവർ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യേണ്ടതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം. PCB എച്ചിങ്ങിന് വേണ്ടിയുള്ള ഫെറിക്ലോറൈഡിൻ്റെ പൗഡർ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ കോപ്പർ ക്ലാഡിൻ്റെ ഗ്ലാസ് എപ്പോക്സി PCB ആർക്ക് 4 ഇഞ്ചിൻ്റെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ടോണർ ട്രാൻസ്ഫർ പേപ്പറാണ്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ PCB ലേഔട്ട് പ്രിൻ്റ് എടുത്തതിന് ശേഷമാണ് അതിനെ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ഒരു കോപ്പർ ക്ലാഡ് ബോർഡിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ PCB ഡ്രിൽ ചെയ്യാൻ വേണ്ടിയുള്ള 0.8 mm 2 ഡ്രിൽ ബിറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ ഒരു സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിലിനി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ ഇത് വെച്ചിട്ടുള്ള ഒരു PCB മേക്കിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഉപയോഗങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ഓടിച്ച് കാണിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ കണ്ടുകൊണ്ടിരുന്നില്ല.